ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സഹകരണ ഫെഡറലിസത്തെ അർത്ഥവത്താക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ചൈന 10ാം വട്ട സൈനികതല ചർച്ച ചുഷൂൾ, മോൾഡോയിൽ നടന്നു. ഇരുപക്ഷത്തെയും കോർ കമാൻഡർമാർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. GST വരുമാനത്തിലെ കുറവ് നികത്തുന്നതിനായി 17ാം പ്രതിവാര ഗഡുവായ 5000 കോടി രൂപ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു. കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഒരാഴ്ചയ്ക്കുള്ളിൽ 5% കുറഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് 4650 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ജപ്പാൻ താരം നവോമി ഒസാക്കയ്ക്ക്. വാർത്തകൾ വിശദമായി. കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സഹകരണ ഫെഡറലിസത്തെ കൂടുതൽ അർത്ഥവത്താക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശദാംശങ്ങളുമായി അഞ്ജന. സംസ്ഥാനങ്ങൾക്കിടയിൽ മാത്രമല്ല ജില്ലകൾക്കിടയിലും ആരോഗ്യകരമായ മത്സരവും സഹകരണ ഫെഡറലിസവും വളർന്നുവരണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. നീതി ആയോഗിന്റെ 6ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സമയം നഷ്ടപ്പെടുത്താതെ അതിവേഗം പുരോഗമിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ ബജറ്റിന് ലഭിച്ച മികച്ച പ്രതികരണം രാജ്യത്തിന്റെ മാനസികാവസ്ഥയാണ് പ്രകടമാക്കുന്നത്. വികസനത്തിൽ രാജ്യത്തെ യുവാക്കൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിനു വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായി മാറുന്നതിനുള്ള മാർഗമാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിയെന്ന് മോദി വ്യക്തമാക്കി. രാജ്യത്തെ സ്വകാര്യ മേഖലയും ഊർജ്ജസ്വലമായി മുന്നോട്ടു വരുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലെ ബജറ്റിൽ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി കൂടുതൽ തുക നീക്കിവച്ചത് പ്രശംസനീയമാണെന്നും ഇത് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച സന്ദർശിക്കും. അസമിലെ ധേമാജിയിൽ എണ്ണ, പ്രകൃതിവാതക മേഖലകളിലെ സുപ്രധാന പദ്ധതികൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ശിലാസ്ഥാപനവും ശ്രീ മോദി നിർവഹിക്കും. പശ്ചിമബംഗാളിലെ ഹുഗ്ലിയിൽ റെയിൽവേ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. നോവാപാറയിൽ നിന്നും ദക്ഷിണേശ്വറിലേക്കുള്ള ഇരട്ടിപ്പിച്ച മെട്രോ റെയിൽ പാതയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ഇന്ത്യ ചൈന 10ാം വട്ട സൈനികതല ചർച്ച ഇന്ന് നടന്നു. നിയന്ത്രണ രേഖയിലെ ചുഷൂൾ, മോൾഡോയിൽ ചൈനീസ് ഭാഗത്താണ് ചർച്ച നടന്നത്. ഇരുപക്ഷത്തെയും കോർ കമാൻഡർമാർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. പാങ്കോങ് തടാകത്തിന്റെ വടക്കൻ, തെക്കൻ തീരങ്ങളിൽ 1ാം ഘട്ട സേനാ പിന്മാറ്റം പൂർത്തിയായ സാഹചര്യത്തിലായിരുന്നു ചർച്ച. GST വരുമാനത്തിലെ കുറവ് നികത്തുന്നതിനായി 17ാം പ്രതിവാര ഗഡുവായ 5000 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു. 23 സംസ്ഥാനങ്ങൾക്കും ജമ്മുകാശ്മീർ, പുതുച്ചേരി, ന്യൂഡൽഹി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് തുക ലഭിക്കുക. ശേഷിക്കുന്ന സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, നാഗാലാന്റ്, സിക്കിം എന്നിവയ്ക്ക് GST നടപ്പാക്കൽ കാരണം വരുമാനത്തിൽ ഇടിവുണ്ടായിട്ടില്ല. GST നഷ്ടം നികത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ 4 മാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 1 ലക്ഷം കോടി രൂപ നൽകി. $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെന്ന ലക്ഷ്യം മറികടക്കാൻ കേന്ദ്ര ബജറ്റ് സഹായകമാകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ധനവില വർധന ആഗോള പ്രശ്നമാണെന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും വില സംബന്ധിച്ച് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അവർ പറഞ്ഞു. ചെന്നൈയിൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കുകയായിരുന്നു അവർ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലൂന്നിയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്ക് സർക്കാർ മുൻഗണന നൽകുന്ന കാര്യം ചൂണ്ടിക്കാട്ടി. ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഗുണനിലവാര സർട്ടിഫിക്കേഷൻ അനുവദിക്കുന്നതിനായി ഒരു രാജ്യം ഒരു ഗുണനിലവാര മാനദണ്ഡം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഗുണനിലവാര സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത ഇതോടെ ഇല്ലാതാകുമെന്ന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യവേ ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യയിലെ ലാബ് പരിശോധനകൾ ലോക നിലവാരത്തിലേക്ക് ഉയരണം. ആധുനിക ഉപകരണങ്ങളും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഇതിനായി ഉപയോഗിക്കേണ്ടതുണ്ട്. മുഴുവൻ ഉൽപ്പാദന സേവന മേഖലകളെയും ഈ ദേശീയ ദൌത്യത്തിൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ഈ മാസം 25-നകം 125 കമ്പനി കേന്ദ്രസേനയെ പശ്ചിമബംഗാളിൽ വിന്യസിക്കും. 12 കമ്പനി കേന്ദ്രസേന ഇന്ന് രാവിലെ പശ്ചിമ ബർധമാൻ ജില്ലയിലെ ദുർഗാപൂരിലെത്തി. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ഇവരെ വിന്യസിക്കും.
കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കറുടെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. കവരത്തിയിൽ വനം പരിസ്ഥിതി വകുപ്പിന്റെ ആസ്ഥാന മന്ദിരമായ അടൽ പര്യാവരൺ ഭവൻ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമാണ് പര്യാവരൺ ഭവൻ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 1,07,00,000 പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5,27,197 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 97.27%. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 1.43 ലക്ഷം പേരാണ്. ആകെ രോഗബാധിതരുടെ 1.3% മാത്രമാണിത്. സംസ്ഥാനത്ത് ഇന്ന് 4,650 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,841 പേർ രോഗമുക്തി നേടി. ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65,968 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 13 മരണം കൂടി കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ മരണസംഖ്യ 4,074 നിലവിൽ 58,606 പേരാണ് ചികിത്സയിലുള്ളത്. 7.05% രോഗസ്ഥിരീകരണ നിരക്ക്. ഇന്ന് പുതിയ 3 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കേരളത്തിൽ ഒരാഴ്ചയ്ക്കകം കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ 5%-ലധികം കുറവുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രോഗപ്രതിരോധത്തിന്റെ പ്രധാന മാർഗം വാക്സിനേഷനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാക്സിനേഷൻ സർക്കാർ തലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാക്സിൻ ലഭ്യമാകുന്ന മുറക്ക് അത് സ്വീകരിക്കാൻ എല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ അനാവശ്യമായ ആശങ്കകൾ ഉണ്ടാകേണ്ടതില്ല. വാക്സിനേഷൻ കൂടുതൽ വേഗത്തിൽ എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിവരികയാണ്. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകി. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതികൂലമായ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്നു പേരുള്ള കേരള ഡിജിറ്റൽ സർവകലാശാല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സർവകലാശാലയ്ക്കാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്രയ്ക്ക് നാളെ കാസർഗോഡ് തുടക്കമാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്ര ഉദ്ഘാടനം ചെയ്യും. എൽഡിഎഫിന്റെ വികസന മുന്നേറ്റ ജാഥ സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. മലപ്പുറം ജില്ലയിലായിരുന്നു ഇന്നത്തെ പര്യടനം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര തലസ്ഥാനത്തെത്തി നാളെയും തിരുവനന്തപുരത്ത് പര്യടനം തുടരും. പുതുച്ചേരി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം തിങ്കളാഴ്ച ചേരും. വി നാരായണസ്വാമി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സമ്മേളനം ചേരുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കകം ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ തമിഴ്സൈ സൌന്ദരരാജൻ ആവശ്യപ്പെട്ടിരുന്നു. ജമ്മുകാശ്മീരിലെ വ്യവസായ വികസനത്തിന് കേന്ദ്ര സർക്കാർ 28,400 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 1 തുടങ്ങി 2037 മാർച്ചിൽ അവസാനിക്കുന്ന പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. പദ്ധതിയിലൂടെ 10,000ങ്ങൾക്ക് തൊഴിലവസരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ലോക സാമൂഹ്യനീതി ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ആശംസകൾ അറിയിച്ചു. എല്ലാവർക്കും മനുഷ്യാവകാശങ്ങളും തുല്യതയും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. നാളെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. പൊതുഭരണത്തിൽ മാതൃഭാഷയുടെ പ്രയോഗം വർദ്ധിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പറഞ്ഞു. വൈജ്ഞാനിക, മാനസിക, വ്യക്തിത്വ വികസനം, വിദ്യാഭ്യാസം, പഠനം എന്നിവയ്ക്ക് മാതൃഭാഷ സുപ്രധാനമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ജാപ്പനീസ് താരം നവോമി ഒസാക്കയ്ക്ക്. അമേരിക്കയുടെ ജെന്നിഫർ ബ്രാഡിയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ഒസാക്ക പരാജയപ്പെടുത്തിയത്. സ്കോർ 6-4, 6-3. ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് 1000-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. അടുത്ത ഒരാഴ്ച കൂടി പ്രളയസ്ഥിതി തുടരാൻ സാധ്യതയുള്ളതായി രാജ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സഹകരണ ഫെഡറലിസത്തെ അർത്ഥവത്താക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ചൈന 10ാം വട്ട സൈനികതല ചർച്ച ചുഷൂൾ മോൾഡോയിൽ നടന്നു. ഇരുപക്ഷത്തെയും കോർ കമാൻഡർമാർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി.
GST വരുമാനത്തിലെ കുറവ് നികത്തുന്നതിനായി 17ാം പ്രതിവാര ഗഡുവായ 5000 കോടി രൂപ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു. കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഒരാഴ്ചയ്ക്കുള്ളിൽ 5% കുറഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് 4650 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ജപ്പാൻ താരം നവോമി ഒസാക്കയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.